പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ആക്ച്വലി നമ്മൾ ഒരിക്കലും ഇത്ര പെട്ടെന്ന് ഒരു സംഘർഷത്തിലേക്ക് പോകുന്നുള്ളത് അന്താരാഷ്ട്ര നിരീക്ഷകരോ അല്ലെങ്കിൽ അങ്ങനെ ആരും അങ്ങനെ പ്രതീക്ഷിച്ചതല്ല. കാര്യം എന്താ വെച്ചാൽ താലിബാന്റെ ഫോർമേഷനിൽ തന്നെ നമുക്ക് പാകിസ്ഥാന്റെ പങ്കിനെ നമ്മൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ താലിബാന്റെ ഫോർമേഷൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സോവിയറ്റ് ഇൻവേഷന്റെ ഒരു സമയത്ത് പാകിസ്ഥാന്റെ മണ്ണിൽ സൗദി അറേബ്യയുടെ പണം കൊണ്ട് അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ട് സോവിയറ്റ് യൂണിയന്റെ ഇൻഫ്ലുവൻസ് ഈ റീജിയണിൽ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണ് ആക്ച്വലി ഈ താലിബാൻ എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇതാണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇങ്ങനൊരു സംഘർഷം ഈ ഒരു റീജിയനിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പല തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ആക്ച്വലി റീജിയൻ ഉണ്ടാകും. ഒന്ന് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ സൗത്ത് ഏഷ്യൻ റീജിയൻ ഓൾറെഡി ഒരു പൊളിറ്റിക്കലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ഇന്ത്യയുടെ ഒരുപാട് അയൽ രാഷ്ട്രങ്ങൾ പലതരത്തിലുള്ള രാഷ്ട്രീയ അസ്ഥിരതയും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഓൾറെഡി അകപ്പെട്ടിരിക്കുന്ന ഒരു റീജിയൻ ആണ്. അതിപ്പം ശ്രീലങ്ക ആയിക്കോട്ടെ, ബംഗ്ലാദേശ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ, ഈവൻ അഫ്ഗാനിസ്ഥാൻ അടക്കം നമുക്കറിയാം അങ്ങനെ ഒരു 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 സിറ്റുവേഷനിലാണ്. അപ്പം ഈ തുടർച്ചയായിട്ടുള്ള ഈ ഓൾറെഡി സ്ട്രഗിൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള അത് മിലിറ്ററി ഗ്രൂപ്പ്സിന്റെ പ്രസൻസ് കൊണ്ടും ഫൈനാൻഷ്യൽ എക്കണോമിക് ക്രൈസിസ് കാരണം തകർന്നിരിക്കുന്ന ഈ രാഷ്ട്രങ്ങൾ തമ്മിലാണ് ഇപ്പം ഈ ഒരു സംഘർഷം വരുന്നത്. അപ്പം അതും നേരത്തെ നല്ല ബന്ധത്തിലുണ്ടായിരുന്ന രണ്ട് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ എന്നുള്ള പ്രത്യേകത കൂടി ഇതിലുണ്ട്.